ഹായ്. ഇന്നിപ്പോ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. അപ്പൊ ഇനി രാവിലത്തെ പണികളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എന്നും ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കല്, പുട്ടൊക്കെ. അപ്പൊ സാധാരണ അജ്മി പുട്ടുപൊടി കൊണ്ടാണ് പുട്ടൊക്കെ ഉണ്ടാക്കല്. അപ്പൊ ഇന്ന് പുട്ടിന്റെ കൂടെ കുറച്ച് അവിലും കുറച്ച് മുരിങ്ങടയിലൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ പുട്ട്. ശരിയാവുമെന്നൊന്നും അറിയില്ല, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം മുരിങ്ങല ഒന്ന് ഊരിയെടുക്കട്ടെ. കുറച്ച് ഇലയെ കൂട്ടണുള്ളൂ. അപ്പം തളിര ഇലയാണ് കേട്ടോ അത്. ഈ ഇല കൂടെ ഇടുമ്പോൾ നമ്മുടെ ഇലക്കറികൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണത് നല്ലതാണ്. അപ്പം കുട്ടികൾ ഇലക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇലക്കറി ഇങ്ങനെ ഇലയൊക്കെ ഇട്ടിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. കുറച്ച് ഇല ചേർക്കണുള്ളൂ കേട്ടോ. ഒരുപാട് ഇല ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ പുട്ടിൻ്റെ ടേസ്റ്റ് മാറില്ല, ഇലയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പം അങ്ങനെ ടേസ്റ്റ് മാറാനും പാടില്ല, പുട്ടിൻ്റെ ടേസ്റ്റ് ആവും വേണം. എന്നാൽ ഇല മുരിങ്ങയില ആഡ് ചെയ്യും വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികൾ കഴിക്കുക പറയുമ്പോൾ ഈ ഇലയുടെ പച്ച കളറൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. അപ്പം അങ്ങനെ അവർ ചിലപ്പോൾ ഇലക്കറികളൊന്നും കഴിക്കാത്ത കുട്ടികളാവും. അപ്പം അങ്ങനെ പുട്ടിലോ അല്ലെങ്കിൽ ദോശയിലോ ഒക്കെ അങ്ങനെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ദോശമാവിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇളം ചൂടുവെള്ളത്തിലാണ് കുഴക്കണത്. ഇനി അടുത്തത് അവിലാണ് ചേർക്കണത്. ഈ അവിലിനെ ഒന്ന് നനച്ചെടുക്കുകയാണ്. എല്ലാം കുറച്ച് കുറച്ചേ ചേർക്കണുള്ളൂ, ഒരാൾക്ക് കഴിക്കാനുള്ളത് മാത്രം കേട്ടോ പുട്ടുണ്ടാക്കണത്, എനിക്ക് മാത്രം. പുട്ടിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിൽ നനച്ചത്, പിന്നെ അരിപ്പൊടി പുട്ടുപൊടി നനച്ചെടുത്തത്, അതുപോലെ തന്നെ മുരിങ്ങല, തേങ്ങ, ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി എന്തായാലും ഇത് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യം തേങ്ങയാണ് കേട്ടോ ചേർക്കണത്. ആദ്യത്തെ കുറ്റിയിൽ ആദ്യം ഇടുന്നത് തേങ്ങയാണ്. പിന്നെ സാധാ പോലെ അരിപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ അടുത്ത ലെയർ ഇടുന്നത് അവിലാണ് കേട്ടോ. പിന്നെ അടുത്തത് അരിപ്പൊടി തന്നെയാണ് ഇടുന്നത്. പിന്നെ കുറച്ച് മുരിങ്ങല ഇടാം. ഇനി അടുത്തത് അരിപ്പൊടി തന്നെ. ഇനി തേങ്ങയാണ് ഇടുന്നത്. എന്തായാലും വേവിച്ച് നോക്കാം, എന്താവുന്ന അറിയില്ല. പുട്ടുകുറ്റിയുടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ പുട്ട് വെന്തിട്ടുണ്ടേ, ആവി പോണ കാണുന്നില്ലേ. പുട്ട് എന്തായാലും എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങലയും അവിലും ഒക്കെ കൂട്ടിയിട്ടാണ്. അപ്പൊ ഇനി മുരിങ്ങല കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. ഇതിന്റെ കൂടെ ഇനി പപ്പടോ അല്ലെങ്കിൽ ചെറുപയറോ കറിയോ എന്ത് വേണമെങ്കിൽ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പം പപ്പടോ പഴോ എന്താണെങ്കിലും കൂട്ടി കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കാം. ഇതിന്റെ കൂടെ പപ്പടാണ് കേട്ടോ പുട്ടിന്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കണത്. അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. മുരിങ്ങലപ്പുട്ടും പപ്പടവും ആണ്. ചായ അല്ല, ചായക്ക് വരുന്ന ചുക്കുവെള്ളമാണ്. എന്നെല്ലാം ഒരു വെറൈറ്റിയാണ്. മുരിങ്ങല ഇങ്ങനെ ആവിയിൽ വേവിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ അവിലാണെങ്കിലും ഇനി അവില് വേണമെങ്കിൽ വേണമെങ്കിൽ മധുരമൊക്കെ ചേർത്തിട്ട് കുഴക്കാം കേട്ടോ. അപ്പം ഞാൻ മധുരമൊന്നും ഇട്ടിട്ടില്ല.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് മുരിഞ്ഞലയും കൊണ്ടൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കിയതാണ് കഴിച്ചത്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇലയും പച്ചക്കറികളും ഒക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ആഡ് ചെയ്യണം. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. കുട്ടികളൊന്നും അങ്ങനെ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമ്മളും അങ്ങനെ പച്ചക്കറി ചിലപ്പോൾ കഴിക്കാനൊക്കെ മടിയുള്ളവരായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ പുട്ടിലും അതുപോലെ തന്നെ ദോശ, ഇഡ്ഡലി മാവ് അതിലൊക്കെ ഇങ്ങനെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്.